ഈ വീഡിയോയിൽ റോട്ടക്കിൻ്റെ ഡീപ്പ് ഫ്രീസർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഇത് -20 വെർട്ടിക്കൽ ഡീപ്പ് ഫ്രീസറാണ്. നമ്മുടെ 90% ഡീപ്പ് ഫ്രീസറുകളും -35 ആണെങ്കിലും ഹൊറിസോണ്ടൽ ആണെങ്കിലും വെർട്ടിക്കൽ ആണെങ്കിലും ഈ ഒരു കൺട്രോളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ ഫോളോ ചെയ്താലും മതി. ഓൺ ആക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നല്ലൊരു പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്റ്റെബിലൈസറിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുക. കാരണം കൂളിംഗ് സിസ്റ്റവും കംപ്രസറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലൈസറിൻ്റെ ഒപ്പം നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. മെയിൻസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ പവർ എന്നുള്ള LED ഓൺ ആവുന്നതാണ്. അതുപോലെ തന്നെ സൈഡിലുള്ള MCB ഓൺ ആക്കി കഴിഞ്ഞാൽ പവർ ഓൺ എന്നുള്ള ലൈറ്റും ഓൺ ആവുന്നതാണ്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിനായിട്ട് അപ്പ് ആരോയും ഡൗൺ ആരോയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള എൻ്റർ അല്ലെങ്കിൽ ആ ഒരു ഹാഫ് സർക്കിളിൽ പ്രസ് ചെയ്താൽ മതി, വാല്യൂ ഫീഡ് ആവും. റെഡ് കളറിൽ കാണിക്കുന്നത് ചേമ്പറിൻ്റെ അകത്തുള്ള വാല്യൂ ആണ്. അതുപോലെ ഗ്രീനിൽ കാണിക്കുന്നത് നമ്മുടെ സെറ്റ് ചെയ്ത വാല്യൂ ആണ്. വൺസ് ഇത് കംപ്രസർ ഓൺ ആയി കഴിഞ്ഞാൽ കൂളർ ഓൺ എന്നുള്ള ആ ഒരു ഇൻഡിക്കേഷനും കൂടി ഓൺ ആവും. ഇപ്പോൾ നിലവിൽ ഓൺ ആയിട്ടില്ല, 2 മിനിറ്റ് കംപ്രസർ ഡിലേ ഉണ്ട്. പവർ ഓണായി 2 മിനിറ്റിന് ശേഷം മാത്രമേ കംപ്രസർ ഓൺ ആവുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പവർ ഫ്ലക്ച്വേഷൻസ് വന്ന് കറണ്ട് പോവുകയോ ഓൺ ആവുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓണും ഓഫും ആവുന്നത് കംപ്രസറിന് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ വച്ചിട്ടുള്ളത്. ഇനി ഓഫ് ചെയ്യാനായിട്ട് സൈഡിലുള്ള MCB ഓഫ് ആക്കിയാൽ മതി.